എന്റെ ഉണ്ണിയമ്മാവാ, ഉണ്ണിയമ്മാവാ. ആരാ മനസ്സിലായില്ലോ? സൈലൻസ് പ്ലീസ്. Oh my God. മോനെ, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല മാവ. സാരമില്ല മോനെ, എല്ലാം വിധിയാണെന്ന് കരുതിയാ മതി. ഡാഡി മരിക്കാൻ നേരത്ത് അടുത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു? ആരും ഉണ്ടായിരുന്നില്ല. മോനെ, ഇത് ആഹാ, ഇനി ബാബു മോൻ എന്ന പേര് നെറ്റിയിൽ എഴുതി ഒട്ടിച്ചുകൊണ്ട് നടക്കണോ? ഒന്ന് പോണേ മിസ്റ്റർ. ഇയാൾ ആരാ അമ്മവ? അത് നിങ്ങളുടെ അച്ഛന്റെ പേരെന്താ? എനിക്ക് എന്റെ ദേഷ്യം വരും കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. അമ്മാവൻ ഇഷ്ടമല്ലേ പറഞ്ഞാൽ ഇന്ന് തന്നെ കേരളത്തിലോട്ട് പോവാം. എനിക്ക് നിങ്ങളുടെ സ്വത്തും കോപ്പും ഒന്നും വേണ്ട. എന്റെ പേരെന്താണ്? എന്റെ അച്ഛൻ രവിവർമ്മയുടെ അച്ഛന്റെ പേരെന്താണ്? ഇതെന്താ പോലീസ് സ്റ്റേഷനാ? എന്റെ തറവാട്ട് പേര് ചോദിക്കേ, ഞാൻ പറയാം. അല്ലെങ്കിൽ എന്റെ മുത്തച്ഛന്റെ പേര് ചോദിക്കേ, ഞാൻ പറയാം. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്ന കേട്ടോ. മോരിക്ക് ഓക്കെ. അതിരിക്കട്ടെ, മോൻ ഇതുവരെ എവിടെയായിരുന്നു? അതോ, ദാറ്റ്സ് എ ലോങ് സ്റ്റോറി. വളരെ നീണ്ട കഥയാണ്. അത് പിന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരാം. എനിക്ക് പുള്ളിക്കാരനെ മനസ്സിലായല്ലോ. ഓ സോറി, ഇതാണ് അഡ്വക്കേറ്റ് രവീന്ദ്രൻ, ഡാഡിയുടെ പേഴ്സണൽ അഡ്വക്കേറ്റ്. കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ടോ? പിന്നെ എങ്ങനെ? എനിക്ക് നല്ല ഓർമ്മയില്ല. അതിരിക്കട്ടെ, അമ്മാവന് സുഖമാണോ? അമ്മാവ, പണ്ട് നമ്മൾ വാഷിംഗ്ടണിൽ വെച്ച് കാഷ് നെറ്റ് കളിച്ചത് ഓർമ്മയില്ലേ? എന്ന് ഒന്ന് ശരിക്കും ഓർത്ത് നോക്കിയേ. ഇങ്ങനെ മറന്നാലോ? കേട്ടോ മിസ്റ്റർ രവി, ഈ അമ്മാവ് വലിയ തമാശക്കാരനാ. എന്നെ ഒരിക്കലും നയാഗ്ര വാട്ടർഫാളിൽ പിടിച്ച് തള്ളിയിടാൻ പോയി. എപ്പോ? ഒന്നും അറിഞ്ഞൂടാത്ത മാതിരി ഇരിക്കുന്നുണ്ടില്ലേ കള്ളൻ. അമ്മാവയുടെ മുറിയൊന്നും ഒഴിവില്ല, എനിക്കൊന്ന് കുളിക്കണം. ഇല്ലേന്നോ? കൊള്ളാം, ബാബുവില്ലാത്ത മുറിയോ? നേരെ മുകളിലോട്ട് കയറിക്കോ. ഓക്കെ. 3ാമത്തെ മുറി. പിന്നെ 1ൽ 2ൽ കേറല്ലേ? അതെ, ഇതിന്റെ പൊരുൾ എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ പേരും പറഞ്ഞ് ഇനി എത്ര പേര് ഇവിടെ വരും? ഞങ്ങൾക്ക് ഇപ്പൊ എന്ത് ചെയ്യാൻ സാധിക്കും? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ മുറിക്കറി എന്റെ സ്വഭാവം മാറും. എന്റെ മുറിക്കറി എന്റെ സ്വഭാവം മാറും. നിങ്ങൾ ചുമ്മാ കിടന്ന് ചൂടാവല്ലേ? അവന്റെ വരവ് കണ്ടറിഞ്ഞൂടെ അവൻ പിഴയാണെന്ന്. അവൻ കുളിച്ചുകൊണ്ട് വരട്ടെ, ആദ്യത്തെ ടെസ്റ്റിൽ തന്നെ അവൻ പുറത്തിയാടും. ബാബുവിന്റെ കുളി ഇത്ര വേഗം കഴിഞ്ഞോ? ഇല്ല, ഒന്ന് മേല് കഴുകി. വല്ലാത്ത വിശപ്പ്. മിസ്റ്റർ ബാബു തെറ്റിദ്ധരിക്കരുത്, ഇവിടെ ഒരു ടെസ്റ്റ് നടത്തുന്ന പതിവുണ്ട്. ഒരു മിനിറ്റ്, എനിക്ക് വല്ലാതെ വിശക്കുന്നു. അല്ല, ഒന്നാന്തരം പശുപാല്. അവനെന്താ പറഞ്ഞേ? ടെസ്റ്റോ? തുടങ്ങിക്കോളൂ. എന്റെ പൊന്നമ്മാവാ, ഞാൻ ഭക്ഷണത്തിന് മുമ്പ് പാലേ കഴിക്കൂ, മഞ്ഞ കളറാണ് എനിക്കിഷ്ടം. ഇതൊക്കെ അമ്മാവന് നേരത്തെ അറിയാവുന്നല്ലേ, പിന്നെ എന്തിനാ ഈ വേലത്തരങ്ങളൊക്കെ? പോയി ഭക്ഷണം വിളമ്പ് വയ്ക്കൂ. അമ്മാവാ. എന്താ ബാബുവിന്? ബ്യാബ് മോൻ ചുമ്മാ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അതിനുശേഷമുള്ള പ്രൊസീഡിങ്സ് ഒന്നും കാണുന്നില്ലല്ലോ. അത് വേറെ 2 പേര് കൂടി ആ പേരിൽ വന്നുകൊണ്ട് ആരാണെന്ന് അറിയാതെ. അമ്മാവന് ഞാൻ ആരാണെന്ന് മനസ്സിലായല്ലോ. പിന്നെന്തിന് മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നു? ഡാഡിയുടെ ആ മുഖത്തിന്റെ ഒരു സൗന്ദര്യവും ഐശ്വര്യവും ചൈതന്യവും എനിക്കല്ലാതെ മറ്റ് 2 പെൺകുട്ടികൾക്കും ഉണ്ടോ? അതൊക്കെ കൂടി ആലോചിച്ചിട്ടാ എനിക്ക് ഈ വിഷമം. ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ചോണ്ടിരുന്നാലേ ഇനിയും ഓരോ വിഷമങ്ങൾ ഇങ്ങോട്ട് കയറി വരും. അവരൊക്കെ ഇവിടെ താമസിപ്പിക്കാൻ ആ ഭാവമെങ്കിലും എന്റെ മട്ട് മാറും. ഡാഡിയുടെ പഴയ സെക്രട്ടറി ആണല്ലോ, എന്നെ കുഞ്ഞുനാളിൽ എടുത്തോണ്ട് നടന്നിട്ടുണ്ടല്ലോ എന്നും ഞാൻ ഓർക്കത്തില്ല. ആദ്യം ഞാൻ പുറത്താക്കുന്ന നിങ്ങളായിരിക്കും.
വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞ പോലെയായി ഇപ്പോഴത്തെ സ്ഥിതി. ബാബുവിനെ കണ്ടുപിടിക്കാൻ സാറ് നടത്തിയ നാടകം മനഃപൂർവ്വമാണെങ്കിലും ഭംഗിയായി. പക്ഷേ കൂടുതൽ കുഴപ്പത്തിലാ കാര്യങ്ങൾ എന്ന് പെട്ടിരിക്കുന്നു. എന്ത് കുഴപ്പം? 5 വയസ്സിൽ കാണാതായ ബാബുവോൻ ഇതിലേതാണെന്ന് സാറിന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായില്ലേ? ഞാൻ എഴുതി വെച്ചിരുന്ന ടെസ്റ്റുകളെല്ലാം നിങ്ങൾ പരീക്ഷിച്ചു നോക്കിയോ? കൊള്ളാം. അതിലേതെങ്കിലും ഒന്ന് തെറ്റിക്കിട്ടാനായിരുന്നു ഞങ്ങളുടെ ശ്രമം. ഏതായാലും ഇതിലൊരാൾ ബാബുമോനാണെന്നുള്ള കാര്യം തീർച്ച. അതാരാണെന്ന് എത്രയും വേഗം കണ്ടുപിടിച്ചേ പറ്റൂ. അതിനുള്ള മാർഗം സാറ് തന്നെ പറയണം. സാറ് മരിച്ചുപോയി എന്ന് തോന്നിപ്പിച്ചാലേ ബാബുവിന് മോചനം ഉണ്ടാവൂ എന്ന് കരുതിയാണല്ലോ ഇങ്ങനൊരു ബുദ്ധി ഉപയോഗിച്ചത്. അതുപോലെ അവൻ ആരാണെന്ന് കണ്ടുപിടിക്കാനും. ധൃതി പിടിക്കേണ്ട, നമുക്ക് ശ്രമിക്കാം. ഉണ്ണിത്താൻ പോയി കിടന്നുറങ്ങും. യാ, ഗുഡ് നൈറ്റ്. You take the midnight subway train. You call another shot. You slip the lightning. You're in love. You take the evening one-on-one. You're gonna live and to have fun. You want to use me, take me home tonight. I'll make you wish that you were mine. It's not the lightning. You're in love. It's not worth fighting. You're in love. Well, turn around, remember me. I'm the one who's not an angel queen. You're in love. You're making living love when hot. You're speaking like a top. You take the evening one-on-one. You're Good evening. Good evening. Where is Babu? He's sleeping. Oh, good. മോനെ, ഇതാ മോനെ, ദാ ഇങ്ങോട്ട് നോക്ക്. ഇതാ മോനെ ഫോൺ ചെയ്യണോ? ആ, ബാക്കി നിക്ക. വാ ഇങ്ങോട്ട്. ആ. പിന്നെ അവൻ ഡാഡിയുടെ മോനല്ലേ? എത്രയായി? 12:15. ഓ, ഞാൻ വിശക്കുന്നുണ്ട്. ഞാൻ എടുത്തു തരാം. ആ, ദാ. ഇതിവിടെ ഇങ്ങനെ. ദാ, ഇപ്പോ
മോനൊരു വീടായി. അപ്പോഴേ ചായ റെഡി. മോനോട് നിൽക്ക്. മോനെ ദേ. കളഞ്ഞു. ചേടാ, ഇവിടുത്തെ ഒരു ഇല അനങ്ങിയാൽ അത് ഏത് മരത്തിലെ എത്രാമത്തെ ഇല എന്ന് പറയും. പിന്നെയല്ലേ നിന്റെ പതിഞ്ഞു പതിഞ്ഞുള്ള ചായ എടുക്കട്ടെ? എടുക്ക. ആ, നീ ചായ കുടിക്ക. ഞാൻ വരാം. ശാന്തിയുടെ ലെറ്ററൊക്കെ വരാറില്ല രാജേട്ടാ? നമുക്ക് പോകാം. ചേട്ടാ, നേരത്തെ വരണേ. ഞാൻ ഉടനെ വരാം. വാ. Sindo! Sindo! Nobody seems to be home. Hello. Is Sindhu home? Well, she's just taking a bath. I see. Would you please wait for a few minutes? Oh, thank you very much. It's all right. Let's assume that it's intelligent. That it knows that we're looking for it. രാജേട്ടൻ എപ്പോ വന്നു? ഇപ്പൊ എത്തിയേ ഉള്ളൂ. രവിയേട്ടൻ 10 മണിക്ക് വിളിക്കാമെന്ന് പറഞ്ഞ് പോയതാ. കേരള സമാജത്തിന്റെ വാർഷികത്തിന് പോവാൻ. ഇതുവരെ വിളിച്ചില്ല. പിന്നെ രവി സിന്ധുവിനെ കൂട്ടി ഐലൻഡിലോട്ട് ചെല്ലാൻ പറഞ്ഞു. എങ്കിൽ ഒരു മിനിറ്റ്, ഞാനൊന്ന് ഡ്രസ് ചെയ്തിട്ട് വരാം. രാജേട്ടനെല്ലാം കഴിക്കണം. നോ താങ്ക്സ്. Garvik reporting, sir.
Shall I take the Jerry? Go ahead. Now, Sindhu, be careful. Slowly. Okay. മോനെവിടെ? Don't worry, Sindhu. I'll take care of him. Now look, be careful. There's a step over here. That's better. Is Sindhu ready? She has already left When? With whom? with Mr. Wachinayo.